ഹലോ ഗായ്സ്, ഹായ്. അപ്പൊ നമുക്ക് ഇന്ന് ഷോൾഡർ ഡേ ആണ്. ഇതിന് മുമ്പ് ഷോൾഡർ ഡേ ആയിരുന്നല്ലേ? കുഴപ്പമില്ല. ഇന്ന് ഷോൾഡർ ഡേ ആണ്. അപ്പൊ ഇതാണ് എൻ്റെ കുഞ്ഞു റൂം. ഇതാണ് ചെറിയൊരു സെറ്റപ്പ്. ഇത്രയൊക്കെ കണ്ടാൽ മതി. ഓക്കെ. അപ്പോ മമ്മി ഒരു ഹായ് പറ. വാ. മമ്മിക്ക് നാണാണ്. വരും. അപ്പോ ഇപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് പ്രീ വർക്കൗട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ലൈഫിൽ എടുത്തു നോക്കുന്ന പ്രീ വർക്കൗട്ട് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി. അതിന് മുമ്പ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പ്രോട്ടീൻ പൗഡർ ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പ്രോട്ടീൻ പൗഡർ കോൺഫ്ലെക്സാണ് കഴിച്ചത്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, പ്രീ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ വ്ലോഗിന് വേണ്ടി നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഹാൻഡ് സ്റ്റിക്ക് ഉണ്ട്. ഇനി ഇതും കൂടെ കൊണ്ടുപോകണം. ലൈറ്റിംഗ് ആവശ്യമില്ല, പക്ഷെ ഞാൻ മേടിച്ചപ്പോൾ ലൈറ്റിംഗ് കൂടെ ആയിട്ട് വന്നതാണ്. അപ്പോൾ സ്റ്റാൻഡ് നമുക്ക് ആവശ്യമുണ്ട് ഷോൾഡർ കാണിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഡേ 2 ഓഫ് ഷോൾഡർ ആണ് ആക്ച്വലി ഇത്. എനിവേസ്, അപ്പൊ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് പിടിക്കാം. ഞാൻ അവിടെ പോയിട്ട് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ചെറിയൊരു കുട്ടി നിക്കറ്, സ്ലീവ്ലെസ്സിലോട് എനിക്ക് പ്രത്യേക ഒരു അഡിക്ഷൻ ആണ്. കാരണം എനിക്കിപ്പോൾ എൻ്റെ ആംസ് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അങ്ങനെ ഇന്നലെ ആക്ച്വലി ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഞാൻ 7 ഡേയ്സ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ഇന്നലെ ഞാൻ മിസ് ചെയ്തു. കാരണം എൻ്റെ ഫ്രണ്ട് നാട്ടിലേക്ക് പോകുമായിരുന്നു. അവൻ്റെ ഒപ്പം കുറച്ച് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചും ചെസ്സൊക്കെ കളിച്ചാൽ വേണ്ടിയിരുന്നു കസിൻസിനൊക്കെ ഒപ്പം. പിന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണ് ഞാൻ ഷോൾഡർ ലെഗ് അടിക്കാൻ പോകണം. വൈകുന്നേരം ലെഗ് ആണ്. വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം വൈകുന്നേരം ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം മോർണിംഗിൽ തന്നെ നമുക്ക് ഷോൾഡർ തന്നെ അടിക്കാം. ഷോൾഡറിന്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഞാൻ വീട്ടിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഇതെടുത്തിട്ടുണ്ട്. അപ്പൊ ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ആക്ച്വലി ഫുള്ളി എക്യുപ്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് ഞാൻ ഫുള്ളാണ്, ലോഡഡ് ആണ്. എനിക്ക് ഇനി സാധനം ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം വാങ്ങണം. കാരണം വീട്ടിൽ വെള്ളം തീർന്നു. അപ്പൊ ചെറിയൊരു ബോട്ടിൽ വെള്ളം വാങ്ങണം. അപ്പൊ അതിനുവേണ്ടി ഗ്രോസറി പോവാ. അപ്പൊ വെള്ളം വാങ്ങിയിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഗ്രോസറി കയറി വെള്ളം വാങ്ങി. ഈ വെള്ളം എൻ്റെ മറ്റു ബോട്ടിലേക്ക് പകർത്തണം. അത് പകർത്തിയിട്ട് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇത് നമ്മൾ എല്ലാ വർക്കൗട്ടും നമ്മൾ കൊണ്ടുപോകും. രാവിലെ ആയാലും ഈവനിങ് ആയാലും ഫുൾ മൊത്തം കുടിച്ചു ചേർത്തിട്ട് നമ്മൾ വരുള്ളൂ. അതിന് പുറമെ ഒരു 1 ലിറ്റർ വെള്ളം കൂടെ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആവും. 3 liters per day. ഹായ് അച്ഛേ, ഇവിടെ കൂട്ടുകാരാണ്. എടാ കാണാം. ഓക്കെ. ഞാൻ ഇതിന് കുറെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിരുന്നു വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിലൊക്കെ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കും. എന്താ സംഭവം എങ്ങനെയാണെന്ന് നോക്കുകയൊക്കെ ചെയ്യും. ലൈറ്റിംഗ് കുറവാണല്ലോ ഇവിടെ. കുഴപ്പമില്ല, നമ്മൾ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഓക്കെ. അപ്പോൾ ആൾക്കാർ കാര്യം ശ്രദ്ധിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും എന്താ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നത് ആക്ച്വലി തന്നെ ഒരു മെന്റൽ പ്രാക്ടീസ് ആണത്. പിന്നെ വേറെ കുറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. റെക്കഗ്നൈസ് തരുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ജിമ്മിലേക്ക് 30 minutes വാക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ അവിടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വാക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് ആക്ച്വലി ജിംനേഷ്യം എന്ന് പറയുന്ന ജിമ്മിലാണ്. ഷാർജയിലെ നമ്പർ 1 ജിമ്മാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 1 ഇയർലി കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ ഈ 30 minutes നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കാർഡിയോ ആവും. അതിന് പുറമെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഓടുകയൊക്കെ ചെയ്യും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, അത്യാവശ്യം ഓടുകയൊക്കെ ചെയ്യും. അങ്ങനെ കാർഡിയോ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് മാറും. അപ്പോൾ ഫാറ്റ് ലോസിൻ്റെ കാര്യം ഉറപ്പായിട്ടും സോൾവ് ആവുമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി ഗൈസ്. ചെറിയ ഫ്ലെക്സിങ്. ജിമ്മിലെത്തി ഗൈസ്. ഇനി ഇത് ജിമ്മിൻ്റെ ലോക്കർ റൂമാണ്. ചേഞ്ചിങ് റൂമാണ്. ഇവിടെ നിന്ന് നമ്മളിനി ഫുൾ ജിമ്മിലേക്ക് പോവാണ്. ഈ വർക്കൗട്ട് സെക്ഷൻ മൊത്തം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഒപ്പം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ അങ്ങോട്ട് പോവുക. സെയിം വർക്കൗട്ട്സ് ലൈക്ക് ലാസ്റ്റ് ടൈം. എല്ലാം അത് തന്നെ റിപ്പീറ്റ് ചെയ്യണത്. പക്ഷേ കമ്മിങ് വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൺസിഡറായിട്ട് ചെയ്യും. കാരണം ഇതിപ്പോൾ ഞാൻ ഒരു സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് സൈക്കിൾ എത്തി. അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരു ഡേ ഞാൻ മിസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ വീഡിയോക്ക് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോക്ക് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുത്തി ഞാൻ ട്രൈ ചെയ്യും. എനിവേസ്,
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം. ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ഫസ്റ്റ് ഞാൻ നോക്കുന്നത് 18 kg. ഞാൻ വളരെ ലൈറ്റ് വെയിറ്റ് ഫസ്റ്റ് എല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റണം. അതായത് ഫുൾ ഫോം. ഓക്കെ, സ്ലോ ആയിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേക്ക് ഇടിക്കുക. ഇത് ലൈറ്റ് വെയിറ്റ് എനിക്ക് എത്ര അടിക്കും നോക്കും. ഓക്കെ, ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സസൈസിൽ. ഇപ്പോൾ ഞാനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പ്രീ വർക്കൗട്ട് കിട്ടുന്നതായിരുന്നു. പ്രീ വർക്കൗട്ടിൻ്റെ ആവശ്യം പേഴ്സണലി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. കാരണം നമ്മൾ എനർജി നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് എടുക്കുന്ന ഏറ്റവും നല്ലത്. പ്രീ വർക്കൗട്ട് എടുക്കുന്നവർക്ക് കൂടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കൂടിയുണ്ടാവും. കാരണം നല്ല എനർജിയിൽ അവർക്ക് നല്ലപോലെ ടയേർഡ് ആവുന്നവരെ മാക്സിമം മസിൽസിന് സ്ട്രെങ്ത് കൊടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ആൾക്കാർക്ക് ഇത് നോർമൽ പ്രീ വർക്കൗട്ട് എടുക്കാത്ത ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ട് പോകാനാണ് താല്പര്യം. എക്സെപ്റ്റ് പ്രോട്ടീൻ പൗഡർ മാത്രം എനിക്ക് റിക്വയർമെന്റ് ബോഡിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ 27 ഇട്ടു, 18 നേരെ 23 ഉണ്ട്, അത് 27 ഇട്ടു. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, ഇത് വർക്കിംഗ് സെറ്റ് നമ്പർ 1. ഓക്കെ, നമുക്കിനി 32 പോവാം. ഓക്കെ, ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയാതിരിക്കുന്നത് നൈസ് ആംബിയൻസ് ആണ്. എനിക്കിവിടുത്തെ ആംബിയൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ചെയ്തത്. മെഷീൻസ് അടിപൊളി, ആംബിയൻസ് അടിപൊളി, ആൾക്കാർ അടിപൊളി, എല്ലാവരും സ്വന്തം പരിപാടി നോക്കി എല്ലാം ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാ വർക്കൗട്ടിൻ്റെയും ഇടയിൽ കൊടുക്കുന്ന ഗ്യാപ്പ് മാക്സിമം ഷോർട്ട് ആക്കാൻ നോക്കുക. കാരണം എന്നാലും ആ പമ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 പറ്റാതെ. പക്ഷെ ഞാൻ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട്, അതാ പ്രശ്നം. അത്ര പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. വെയിറ്റ് തന്നെ നമുക്ക് പിന്നെയും പോകാം. കാരണം നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര ആവശ്യം മതി. കൺസിസ്റ്റന്റ് ആയിട്ട് 1 year വരികയാണെങ്കിൽ ഇപ്പം എടുക്കുന്ന 10 കിലോ ആയിരിക്കും. 1 year വന്നു കഴിഞ്ഞാൽ 50 kilos മിനിമം ആയിരിക്കും, ഉറപ്പായിട്ടും. കാരണം ഓവർ സ്റ്റെപ്പ് കൂടി തന്നെ. അപ്പം നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കൂടുതൽ നാൾ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലൈഫ് ലോഗിലേക്ക് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ വെയിറ്റ് ഇന്ന് അടിക്കുക എന്നുള്ളതല്ല. കൂടുതൽ വെയിറ്റ് നാളെ അടിക്കാൻ വേണ്ടി ഇന്ന് പറ്റുന്ന വെയിറ്റ് അടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പ്, കമോൺ, ഈസി. 1 2 3 4 ഓക്കെ, പരമാവധി വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലൈ ആണ്. ഫ്ലൈ അല്ല, പേരിപ്പോൾ കണ്ടിട്ടില്ല ബാക്കിയത്. ലാറ്ററൽ റൈസ്. ഓക്കെ, ഫ്ലൈ എന്ന് പറയുന്നത് പൊട്ടറാണ്. കഴിഞ്ഞ വീഡിയോസ് ഇതിൻ്റെ ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഞാനൊരു 14 കിടക്കുന്നത്, നമുക്കൊരു 18 പോവാം. 18 പോയിട്ട് ട്രയൽ സൈഡ് അടിക്കാം. ഓക്കെ, 1 ഒന്നുമില്ല, 2 3 4 5 6 7 8
9, 10. ഈസി വെയിറ്റ്. അപ്പോൾ നമുക്ക് 18 പോയിട്ടില്ല, ഡയറക്റ്റ് 27. 27 നമ്മൾ വർക്ക് സെറ്റ് പോകാൻ വർക്ക് സെറ്റ് പോകുമ്പോൾ ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓക്കെ ആവാം. കന്നഡ എങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കന്നഡ. ഇവിടെ ഞരമ്പൊക്കെ വരുന്നത്. ഓക്കെ റെഡി. Come on. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 32. Oh my god. റെസ്റ്റിംഗ് പീരീഡാണ് കഷ്ടപ്പാട്. അപ്പോൾ ഇത് മതി, റെസ്റ്റ് പീരീഡ് മതി. 10 to 15 seconds അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓ തീർന്നു. അടുത്ത 36ല് 8 reps. ഓക്കെ, 8 reps പോകത്തുള്ളൂ. ഓ മൈ ഗോഡ്. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വർക്കൗട്ടിങ് വീഡിയോസ് ഒക്കെ കാണിച്ചുതരാം. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ടി വിയിൽ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒടുക്കത്തെ മോട്ടിവേഷനാണ്. PT means personal trainer. Oh my god, I love me. ഈ കട്ടാണ്ട് എപ്പോഴും തൊഴിലേക്കാം, നല്ല കാര്യം. ഓക്കെ, റെസ്റ്റ് മതി. നമുക്ക് 8 reps എയിം ചെയ്യാം. ലെറ്റ്സ് സീ എവിടെ നിന്ന് എത്തും. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഡൺ. ഓക്കെ, ഇനി റിയൽ ഡെൽറ്റാണ് ഇത്, ഫ്ലൈൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സ്റ്റാർട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ച്വലി 32 kgs. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഈസി വെയിറ്റ് ആണ് ആക്ച്വലി. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇത് ട്രെയിൽ റൺ ആണ്. ട്രെയിൽ റൺ നമ്മൾ ആദ്യം വെയിറ്റ് എടുക്കാറില്ല. ഇനി നമുക്ക് വർക്കിംഗ് സെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വെയിറ്റ് എടുക്കാം. നമുക്കിത് ഒരു ഐ തിങ്ക് അറൗണ്ട് വി കൻ ഗോ ഫോർ അറൗണ്ട് 70 kgs വരെ പോകാൻ പറ്റും. വിൽ സ്റ്റാർട്ട് വിത്ത് 15. ഓക്കെ, അധികം മീറ്റിങ്സ് ഒന്നുമില്ല, നമ്മൾ പിന്നെ വർക്കിംഗ് സെറ്റും തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
സോറി, മറ്റേ റീഡിലേക്ക് മറ്റേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ലോ ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൂടി എടുത്തിട്ട് നിർത്താൻ വിചാരിച്ചു. അപ്പോൾ ചെറിയ ബാറ്ററി മാത്രമേ ഉള്ളൂ, മെയിൻ 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കേബിൾ പുള്ളും കൂടെ നോക്കാം. ഓക്കെ, Two, 3, 4, 5, 6, 7, 8, 9, 10. ഷോൾഡറൊക്കെ സെറ്റായിട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Good. അപ്പോൾ ഷോൾഡർ സെക്ഷൻ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ചാർജ് തിരിയില്ല. പക്ഷേ പുറത്ത് പോയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ബാക്കി വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് പുറത്ത് ചേർക്കാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞ പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോണങ്ങ് ഓഫായി പോയായിരുന്നു. പിന്നെ ഞാനങ്ങ് വീട്ടിൽ വന്നു, ചാർജ് ചെയ്തു. അപ്പോഴേക്കും മീലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. മമ്മിയെ പ്രിപ്പയർ ചെയ്ത് ആക്ച്വലി മിക്ക സമയം ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ മമ്മിയെ കൂടുതൽ ഉണ്ടാക്കി തരാറ്. ഞാൻ മമ്മീനെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ മമ്മി ബിസിയാ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ മീൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്വീറ്റ് പൊട്ടാറ്റോ, 2 എഗ് വൈറ്റ്സ്, ഒരു ഹോൾ എഗ്, പിന്നെ കുറച്ച് ചിക്കൻ. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഫുൾ ഡയറ്റ് ആയിട്ടില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ കൺസിസ്റ്റന്റ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നല്ലപോലെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കൺസിസ്റ്റന്റ് ആവുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ വീക്ക്ലി നൈസായിട്ട് ഇട്ടിട്ട് സെറ്റ് ആയിക്കോളാം. ഒരു 1 ഇയർ ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ടാവും. എൻ്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ all the very best for myself, to me, like this is my second video, so with Almighty's grace and help എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല ഇതിനകത്ത്, വേറെ ഒരു കഥയൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇവഞ്ചലി നമ്മൾ കുറെ കാര്യം പഠിക്കും, നമ്മൾ കുറെ കാര്യം ചെയ്യും, അങ്ങനെ സെറ്റ് ആവും. അങ്ങനെയാണ് എല്ലാ കാര്യം സെറ്റ് ആവുന്നത്. ലൈഫിൽ മൊത്തം എല്ലാത്തിനും ബേസിക്സ് അത്രേ ഉള്ളൂ, ഫണ്ടമെന്റ്സ് അത്രേ ഉള്ളൂ. എന്തെങ്കിലും കാര്യം ചെയ്യണം തോന്നിയാൽ ചെയ്യുക, മിസ്റ്റേക്സ് വരുത്തുക, പിന്നെയും ചെയ്യുക, മിസ്റ്റേക്സ് വരുത്തുക, പഠിക്കുക. അങ്ങനെ മാസ്റ്ററി ലെവലിൽ എത്തുക, കംപ്ലീറ്റ്ലി അത് കോൺട്ര ചെയ്യുക. അത് കോൺട്ര ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പിന്നെ ഫോക്കസ് എപ്പോഴും ഒറ്റ ഡയറക്ഷനിലാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അതാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ജിമ്മിൽ പോകുന്ന ഒരു പ്രശ്നം. കാരണം ജിമ്മിലാണ് ഞാൻ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ആ സമയത്ത് വീഡിയോ കൂടെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഫോക്കസ് 2 സ്ഥലത്തേക്ക് കൊടുക്കണം. അത് മാനേജ് ചെയ്യാൻ പഠിച്ചു വരുന്നുള്ളൂ. ആ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ ഫുൾ കംപ്ലീറ്റ്. അപ്പോൾ see you in the next video. Bye bye, take care, love you.